മാറുന്ന യുദ്ധസാഹചര്യങ്ങളെ സാങ്കേതികവിദ്യയിലൂടെ തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്ന എലൈറ്റ് യൂണിറ്റ് സജ്ജമാക്കി ഇന്ത്യൻ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ 6G, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തുന്നതിനായാണ് എലൈറ്റ് യൂണിറ്റിനെ സൈന്യം നിയോഗിച്ചിരിക്കുന്നത്. സിഗ്നൽ ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് എന്ന പേരിലാണ് ഇന്ത്യൻ സൈന്യം എലൈറ്റ് ഗ്രൂപ്പിനെ സജ്ജമാക്കിയിരിക്കുന്നത്. വയേർഡ്, വയർലെസ് സംവിധാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സാങ്കേതികവിദ്യകൾ പരിപോഷിപ്പിക്കുന്നതിന് ഇത് നിർണായകമാകും. ഭാവിയിലെ യുദ്ധപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്യാനും ഇതിന് സാധിക്കും. സൈന്യത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാകും ഇതെന്നും പറയുന്നുണ്ട്. ഗവേഷണ മേഖലയിലും വ്യാവസായിക മേഖലയിലും സഹകരണം വളർത്തിയെടുക്കുന്നതിൽ ഇതിന് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രതിരോധത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആപ്ലിക്കേഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്യും. അതുവഴി അത്യാധുനിക പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക്സ് എക്സ്ചേഞ്ചുകൾ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, സോഫ്റ്റ്വെയർ അധിഷ്ഠിത റേഡിയോകൾ, ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റങ്ങൾ, 5G, 6G നെറ്റ്വർക്കുകൾ, ക്വാണ്ടം സാങ്കേതികവിദ്യകൾ, AI, മെഷീൻ ലേണിംഗ് തുടങ്ങി വരാനിരിക്കുന്ന എല്ലാ നിർണായക സാങ്കേതിക ഡൊമെയ്നുകളിലും എലൈറ്റ് യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരത്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നീ ദർശനങ്ങളുടെ സമന്വയമാകും ഇത്. സായുധ സേനയും വ്യവസായ രംഗവും തമ്മിലുള്ള ഭിന്നത കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സൈനിക പ്രവർത്തനങ്ങളിൽ ആശയവിനിമയം പ്രധാന ഘടകമാണ്. മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തി ശത്രുവിനെ ഭസ്മമാക്കാൻ സൈനികർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ പുത്തൻ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്നിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് മാർക്ക് 1A യുദ്ധവിമാനം. ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് മാർക്ക് 1A ഫൈറ്റർ എയർക്രാഫ്റ്റാണ് തേജസ്. മാർച്ച് 31 മുമ്പായി യുദ്ധവിമാനം സേനയ്ക്ക് കൈമാറുമെന്ന് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് അറിയിച്ചു കഴിഞ്ഞു. തേജസ് മാർക്ക് 1A ഫൈറ്റർ ജെറ്റുകൾക്കൊപ്പം ട്രെയിനർ വിമാനവും ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യത്തെ LCA മാർക്ക് 1Aയുടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്നും ഈ മാസം അവസാനത്തോടെ യുദ്ധവിമാനം സേനയ്ക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 65% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് തേജസ് മാർക്ക് 1A നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബീക്കാനീറിലെ പാക് അതിർത്തിയിലെ നാൽ എയർബേസിലാകും ഇവ വിന്യസിക്കുക. നാവികത്താവളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത പ്രതിരോധം തീർക്കാൻ തേജസ് യുദ്ധവിമാനത്തിന് സാധിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ IAFൻ്റെ Su-30 യുദ്ധവിമാന നവീകരണ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഏകദേശം 1.3 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാകും ഇത്. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിച്ച് ഇന്ത്യ മുന്നേറുന്നതിൻ്റെ തെളിവാണിത്. ഇത് അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളെ കവച്ചുവെക്കുമെന്നും പറയുന്നുണ്ട്. അതിനിടെ ആന്ധ്രയിലെ ദേശീയപാത 16 വിമാനങ്ങൾ ലാൻഡ് ചെയ്യിച്ച് ഇന്ത്യൻ വ്യോമസേന കയ്യടി നേടിയിരിക്കുകയാണ്. ദേശീയപാതയിൽ നിർമ്മിച്ച എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിലാണ് യുദ്ധഗതാഗത വിമാനങ്ങൾ പറന്നിറക്കിയത്. അടിയന്തര ലാൻഡിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം നീക്കം നടത്തിയത്. ആന്ധ്രാപ്രദേശിലെ ബപ്ട്ര ജില്ലയിലെ ആദങ്കിക്ക് സമീപം ദേശീയപാത 16 സുഖോയ് ഹോക്ക് യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും ലാൻഡ് ചെയ്യുകയും പറന്നുയരുകയും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 4.1 കിലോമീറ്റർ നീളവും 33 മീറ്റർ വീതിയുമുള്ള കോൺക്രീറ്റ് എയർ സ്ട്രിപ്പ് വ്യോമസേനയുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നിയമിച്ചത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെയും ദേശീയപാതയുടെ ഭാഗമായി എയർ സ്ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ മാനുഷിക സഹായം എത്തിക്കാൻ, വിദൂര പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ദേശീയപാതയുടെ ഭാഗമായി എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റികൾ ഒരുക്കുന്നത്. വ്യോമസേനയും ഗതാഗത മന്ത്രാലയവും സംയുക്തമായാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്.